ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ചെന്നൈ വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രേരയാണ്. അവളുടെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ലോസ് ആയുള്ള ഫ്രണ്ട്സും കൂടെ ഒപ്പം പോയിരുന്നു. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ് ഞങ്ങൾ. അവൾ കല്യാണം കഴിക്കുന്ന ചെന്നൈയിൽ നിന്നാണ്. അവൾ ചെക്കൻ്റെ വീട്ടിൽ പോകുന്നതും ഒരുങ്ങുന്നതും എല്ലാതും ഞാൻ നിങ്ങൾക്ക് അറിയാം വ്ലോഗിലൂടെ അറിയാം. യോഗേഷിൻ്റെ വീട് ചെന്നൈ ടൗണിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ അകലെയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും മെട്രോ പിടിച്ചായിരുന്നു പോയിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീട് അറിയാൻ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രയറിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ 5 വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നിന്നൊരു വീടാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിഷേൻ്റെയാണ് അവളുടെ അടുത്തിരിക്കുന്നത് കേട്ടോ. പ്രേര ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളത്. പുറത്ത് അവളായിരുന്നു ഫുൾ യാത്ര മാനേജ് ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല ട്രാവൽ ചെയ്തു, ഫുൾ ടെൻഷനായിരുന്നു ആൾക്ക്. റെഡി ആയിട്ട് സുന്ദരിയായിട്ടുള്ള ഫോട്ടോ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മളുടെ അപ്പൻ്റെ അപ്പീൻ്റെയും മക്കളാണ്, 2 പേരുണ്ട്. അപ്പം ഇവനോട് വ്ളോഗാണോ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. പ്രേര ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൽ ഫാമിലീസിനൊക്കെ കൊണ്ട് എല്ലാവരെയും കൊണ്ടായിരുന്നു പോയിരുന്നത്. അപ്പം പ്രേര റെഡിയായി വന്നിരിക്കുകയാണ്. പ്രേരയുടെ കട ഇതിലും ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ ഇതിൽ എനിക്കതൊരു ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആള് ടെൻഷൻ അടിച്ച് ഫുൾ ഇങ്ങനെ എല്ലാവരെയും മാനേജ് ചെയ്തിരിക്കുകയാണ് അവള്. യോഗേഷിനോട് ഞാൻ ഇന്ന് മിണ്ടൂല. ഉറപ്പാണ്? ഓക്കെ, ബാക്കി വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഞാൻ இல்ல அந்த ரோடு பெரிய ரோடு தான். நீங்க எவ்வளவு நேரம் இங்க இத்தனை பேர் இருக்காங்க. ഗായ്സ്, അപ്പം നമ്മൾ കോവിലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യോഗേഷിൻ്റെ ചേച്ചി. കണ്ടപാടെ രണ്ടാളും കെട്ടിപ്പിടിച്ച കഥ പറയുന്ന തിരക്കിലായിരുന്നു. ഞങ്ങളെല്ലാവരും കോവിലിൽ കയറി. അപ്പോൾ പ്രേര കോവിലിൽ തന്നെ നിൽക്കും, ഞങ്ങളെല്ലാവരും. എന്നിട്ട് യോഗേഷിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെയാണ്. അപ്പോൾ യോഗേഷിൻ്റെ വീട്ടിൽ ഇപ്പം തന്നെ പ്രേരയ്ക്ക് പോകാൻ പറ്റില്ല. അത് ആഫ്റ്റർ മാരേജ് അവൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവൾ കോവിലിൽ നിൽക്കണം എന്നാണ് ഇവരുടെ ഒരു കൾച്ചർ. അങ്ങനെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കയറിയപ്പോൾ ഫ്രണ്ടിൽ നടക്കുന്ന കേട്ടോ യോഗേഷ്. പ്രേര പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് കാണുന്നത് യോഗേഷിനെ തിരിഞ്ഞു നോക്കുകയാണ്. യോഗേഷ് അവിടെ തന്നെ ഉണ്ടോയെന്ന്. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും ആളറിഞ്ഞിട്ടില്ല. അതിന് ശേഷം നമ്മൾ കോവിലിനകത്ത് കയറിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് പ്രേരയ്ക്ക് അറിയാം. അപ്പോൾ ഞാൻ അതിവിടെ റിവീൽ ചെയ്യുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ യോഗേഷിനൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി നിന്നപ്പോൾ യോഗേഷിന് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ഫേസ് മറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ആശേൻ്റെയും ഞാനും നിഷേൻ്റെയും ഒക്കെ കൂടെ തിരിച്ച് വണ്ടിയിലോട്ട് തന്നെ കയറുകയാണ്. ഞങ്ങൾക്കിനി യോഗേഷിൻ്റെ വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ വീടെത്തി, ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാവരും. അപ്പം അവിടെ മഴ പെയ്തൊരു സമയത്തായിരുന്നു. അപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത്. പിന്നെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ യോഗേഷിൻ്റെ പപ്പി ഉണ്ടായിരുന്നു. പപ്പി കുരയോട് കുര. അപ്പോൾ ഇതാണ് യോഗേഷിൻ്റെ വീട്. നമ്മൾ ചെന്നൈയിൽ പോയപ്പോൾ ഇങ്ങനൊരു വീടല്ല എക്സ്പെക്ട് ചെയ്തത്. കാരണം ഒരു റൂമിലുള്ള വീടൊക്കെ ആയിരിക്കും പൊതുവേ ചെന്നൈയിൽ ഉണ്ടാവുക. പക്ഷെ ഇത് നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഒരു വീടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് പ്രേരൻ്റെ അമ്മ, സുന്ദരിയാണ്. ഇത് പ്രേരൻ്റെ ആപ്പി. ഇത് പ്രേരൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. ഇനി ആശേൻ്റെയും നിഷേൻ്റെയും കൂടി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ക്യാമറ ഇട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. കാര്യം അവർക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെടണമല്ലോ എന്ന് കരുതിയിട്ട് കേരള സ്റ്റൈൽ ഫുഡായിരുന്നു അവരുണ്ടാക്കിയിരുന്നത്. ആൻഡ് ഞാനും സെലീലുമാണ് അടുത്തിരിക്കുന്ന, അപ്പുറത്തിരിക്കുന്ന അർജു. നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ ഫാമിലി എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംഭവമല്ല. അതിനുശേഷം അവർ ഒരു സമ്മാനം വീട് ഇഷ്ടപ്പെട്ടു, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു, ഉറപ്പിക്കൽ പോലുള്ളൊരു സംഭവം. ഇനി ഡേറ്റ് ഫിക്സ് ചെയ്യൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് യോഗേഷും ഞങ്ങളൊക്കെ ഇരുന്ന് കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പ്രേരക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. എല്ലാം കഴിഞ്ഞ്. അപ്പോൾ യോഗേഷും വന്നിരുന്നു നമ്മുടെ കൂടെ. പെണ്ണിൻ്റെ നാണം കണ്ടില്ല. ഇനി നമുക്ക് മാരേജിൻ്റെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.